എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ ഒന്നുമല്ല, ഒരു മേക്കപ്പ് ബോക്സ്, അതായത് ഒരു ബോക്സ് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷത്തിന് മുന്നേ എൻ്റെ കയ്യിൽ വന്നതാണ് ഈ ഒരു ബോക്സ്. ഞാൻ നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്നതിന് മുന്നേ, അതായത് 2016 ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നേ തന്നെ എനിക്ക് ഈ ഒരു ബോക്സ് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുന്നതുകൊണ്ട് ഇന്നാ നീ പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ച് വെച്ചോളാനും പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. അപ്പം ഇതാണ് ആ സാധനം. അപ്പം ഹോസ്റ്റലിലൊക്കെ പോകുമ്പം ഇത് മോഷണമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പേരിവിടെ സൈഡിൽ എഴുതി, അതാണ് കാണുന്നത് കേട്ടോ. റോസ്മി ജോസഫ് എന്നായിരുന്നു പേര്, ജോസഫ് എന്നായിരുന്നു അപ്പൻ്റെ പേര്. അപ്പം അങ്ങനെ എഴുതി വെച്ച്, അങ്ങനെ ആ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പെട്ടി എന്ന് പറയുന്നത്. 9 വർഷത്തെ ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ വൃത്തികേടും ഇതിനകത്ത് കാണും. പിന്നെ ആ ഒരു ബോക്സിലെ പ്രൈസ് ടാഗ് പോലും കൂടി കളഞ്ഞിട്ടില്ല കേട്ടോ. അത്രയും സൂക്ഷിക്കുന്നതുകൊണ്ടൊന്നുമല്ല, എന്നാലും സംഭവം ഇതിനകത്തുണ്ട്. ഇത് വിമല എന്ന് പറയുന്ന ഒരു സിറ്റി സെന്റർ എന്നുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോയിട്ടില്ല, അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പം ഞാൻ ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്താണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. ഇതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ചീപ്പാണ്, ഇതെൻ്റെ ചീപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഏതാണ് ബ്രാൻഡ് ഞാൻ മറന്നുപോയി. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് മാഞ്ഞുപോയി. ഇത് കണ്ടോ. പിന്നെ സെക്കൻഡായിട്ട് ഒരു സൺസ്ക്രീനാണ്. 2 സൺസ്ക്രീൻ ഞാൻ കൂടെ കൊണ്ടു നടക്കും കേട്ടോ. കാരണം ഒന്ന് SPF 30 ഉള്ളതും ഒന്ന് SPF 50 ഉള്ളതും ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. ഇത് ഗ്ലാംവേദയുടെ, ഇത് ബെഞ്ചാറാസിൻ്റെ ആണ്. രണ്ടും നല്ലതാണ്. പിന്നെ ഇത് ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് അലോവേരയുടെ ഒരു ജെല്ലാണ്. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടു നടക്കുന്നതാണ് ഈ ഒരെണ്ണം. ഇൻവുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ അതുപോലെ തന്നെ മോയിസ്ചറൈസർ സെറ്റാഫിലിൻ്റെ ഈ ഒരു ഇത് മറ്റേ സ്മിറ്റനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ട്രയൽ പോയിന്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രയും ചെറുത്. അതുപോലെ തന്നെ വേറെ ഉണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ. ഇതും സ്മിറ്റനിന്ന് വാങ്ങിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വീണ്ടും ഒരു ഡോട്ട് ആൻഡ് കീയുടെ മോയിസ്ചറൈസർ ആണ്. ഇത് 72 hours ഹൈഡ്രേറ്റിംഗ് ജെൽ മോയിസ്ചറൈസർ ആണ് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു മോയിസ്ചറൈസർ ആണേ. പിന്നെ അടുത്ത് വീണ്ടും ഒരു മോയിസ്ചറൈസർ വന്നിട്ടുണ്ട്. ഇത് പോൺസിൻ്റെ ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഞാനൊരു യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ, മോയിസ്ചറൈസർ എന്നിടാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു ബനാന ക്ലിപ്പാണ്. പിന്നെ അതുപോലെ ഇതേ ഇങ്ങനെ ഒരു ക്ലിപ്പ്. പിന്നെ ഇതേ ഒരു ബാൻഡുണ്ട്. ഇത് മുടിയിലും കെട്ടാൻ കയ്യിലും ഇടാവുന്ന കൂട്ടൊരു ബാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെക്കാൻ പറ്റിയ ഇങ്ങനെ അഴിക്കത്തില്ലല്ലോ. ഇത് ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ക്ലിപ്പാണ്. ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഇത് വീണ്ടും ഒരു ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് 2 നെയിൽ പോളിഷ് ഉണ്ട്. ഈ ഒരു 2 നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഗ്ലോ ലവ്ലി BB ക്രീമാണ് കേട്ടോ. ഇതും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഇത് നമ്മുടെ മുടിയൊക്കെ അഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് പൊക്കി ഇങ്ങനെ കെട്ടണമെങ്കിൽ കൊണ്ടു നടക്കണ സാധനമാണിത്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ.
പിന്നെ ഇതൊരു റോസ് വാട്ടർ ആണ്. ഇതെപ്പോഴും എൻ്റെ കൈ കാണും. ഇടയ്ക്ക് എനിക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് നൈറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതേ ഒരു പേനയുണ്ട്. ഇതൊക്കെ എന്തിനാണോ എടുത്തിട്ടേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു ഹെയർ സിറം ആണ്. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സിറം, സ്റ്റെർക്സിന്റെ സിറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഫേസ് ലാസ്റ്റ് എഫക്റ്റിന്റെ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ അത്. പിന്നെ അതിന്റെ തന്നെ മസ്കാര ഉണ്ട്, അതിന്റെ തന്നെ ഐബ്രോ ഐലൈനർ ഉണ്ട് കേട്ടോ. ഇത് ഐലൈനർ. പിന്നെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സിസ് ബ്യൂട്ടിയുടെ ഒരു ട്രയൽ പാക്ക് മറ്റേ സ്മിറ്റനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ഫൗണ്ടേഷനാണിത്. ഫൗണ്ടേഷൻ വിത്ത് വൈറ്റമിൻ സി ആൻഡ് നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണിത്. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയ ലൈറ്റ് കളറാണല്ലോ എന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. ഇതുവരെ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ എൻ്റെ മുഖത്ത് ചേരുന്ന ഒരു ഷെയ്ഡ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ചേരുമെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ചേരും, വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു സിൽക്ക് ലിപ്സ്റ്റിക് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഇത് ഒരു ബ്രഷ് ഉണ്ട്, മറ്റേ മേക്കപ്പ് ബ്രഷ്, ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ബ്രഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ബോക്സിലെ ലാസ്റ്റ് സാധനമാണ് ഇത്. റിവോന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിപ് സ്ക്രബാണ്. ചോക്ലേറ്റ് കോഫി ലിപ് സ്ക്രബാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിപ് സ്ക്രബ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പെട്ടിക്കകത്ത സാധനങ്ങൾ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ പെട്ടിക്കകത്ത സാധനങ്ങൾ. ഇതാണ് പെട്ടി. ഇത് ഞാൻ പണ്ട് എനിക്ക് നെയിൽ പോളിഷ് 2 എണ്ണമൊക്കെ ഒരുമിച്ച് ഒരേ കളറാക്കിയിട്ട് തേക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പരീക്ഷണം ഇതൊക്കെ ഇട്ടാക്കി എടുത്തിരിക്കുന്ന സംഭവമായിരുന്നു ഈ ഇത് നെയിൽ പോളിഷിൻ്റേത്. നെയിൽ പോളിഷ് 2 എണ്ണം, ഒരു കളറ് 2 കളറ് ഒരുമിച്ചിട്ട് അത് വേറെ കളറാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഒരു സാധനപ്പെട്ടിയുടെ അടപ്പ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ എൻ്റെ ഒരു 8-9 വർഷമായിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോവയുടെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. അത് ഈ ബോക്സിൽ കൊള്ളത്തില്ല, ഞാൻ ഇച്ചിരി വലുതാണ്. അപ്പം ഈ ഒരു സാധനം കൂടെ മേക്കപ്പ് സാധനങ്ങളാണല്ലോ ഞാൻ കാണിച്ചേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നോവയുടെ സ്ട്രെയിറ്റ്നർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യാറേ ഉള്ളൂ. അങ്ങനെ എപ്പോഴും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കെപ്പോഴും ഇങ്ങനെ മുടി ഇത് തന്നെയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ചിലപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും മുടി ഒന്ന് സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ്നറിൽ പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ ഒക്കെ മുകളിലാണ് ഞാൻ ഈ ഫോൺ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് കാണാം 2395 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, പക്ഷെ ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് 1000 സംതിങ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. അത്ര ഓരോ ഓഫർ കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രെയിറ്റ്നറാണേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.